ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമം തുടരുന്നു. 24 മണിക്കൂറിനിടെ ജീവൻ നഷ്ടപ്പെട്ടത് 2 ഹിന്ദു യുവാക്കൾക്കാണ്. ജഷോർ ജില്ലയിൽ കൊലപ്പെടുത്തിയത് മാധ്യമപ്രവർത്തകൻ റാണ പ്രതാപിനെയാണ്. പലചരക്ക് കടയുടമയും മോണി ചക്രവർത്തിയെയുമാണ് മറ്റൊരാൾ. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സാന്ദ്ര ഷാജി ഒപ്പം ചേരുന്നു. സാന്ദ്ര, നമ്മൾ ഈ ആദ്യ വാർത്ത ഇന്നലെ നൽകിയതാണ്. മാധ്യമപ്രവർത്തകനായ ഒരാളെ കൊലപ്പെടുത്തി എന്ന വാർത്ത. അതാകട്ടെ അയാൾ ഇരുന്ന ഇടത്ത് നിന്ന് വലിച്ചിഴച്ച് പൊതുജനമധ്യത്തിലേക്ക് കൊണ്ടുപോയി തലയ്ക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു. ക്രൂരമായ കൊലപാതകമായിരുന്നു. എന്താണ് രണ്ടാമത്തെ സംഭവത്തിലുണ്ടായത്? കൃഷ്ണജി, നമ്മൾ കുറച്ച് ദിവസങ്ങളായി തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന വംശഹത്യയുടെ വാർത്തകൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 24 മണിക്കൂർ ആകുന്നതിന് മുന്നേ രണ്ടാമതൊരു ഹിന്ദുവിന് കൂടി ജീവൻ നഷ്ടമായിരിക്കുകയാണ്. നഴ്സിംഗ് ജില്ലയിലുള്ള ഒരു പലചരക്ക് വ്യവസായമായിട്ടുള്ള മോണി ചക്രവർത്തിക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞത് റാണ പ്രതാപൻ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിലെത്തി അവിടുന്ന് വിളിച്ചിറക്കി നഗരമധ്യത്തിൽ കൊണ്ടുവന്ന് വെടിവെച്ച് കൊല്ലുകയായിരുന്നെങ്കിൽ, ഇന്ന് മോണി ചക്രവർത്തിക്ക് സംഭവിച്ചിരിക്കുന്ന മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് നഗരമധ്യത്തിലിട്ട് ആക്രമിക്കുകയും ആ ആക്രമണത്തിൻ്റെ ഫലമായി അയാൾ ജീവൻ നഷ്ടമാവുകയുമാണ്. റാണ പ്രതാപിനെ പോലെ തന്നെ ജനമധ്യത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് ജനമധ്യത്തിലിട്ട് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കൃത്യമായി ജനങ്ങളെ ഭയപ്പെടുത്തുക, പ്രത്യേകം പറഞ്ഞാൽ ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക. എന്തെങ്കിലും അവർക്ക് എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നൊരു നയം തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ച് നമ്മൾ കാണുന്നത്. 24 മണിക്കൂറിനിടെ 2 ഹിന്ദുക്കൾക്ക് ജീവൻ നഷ്ടമാകുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു യുവതി ക്രൂര ബലാത്സംഗത്തിനിരയായിരിക്കുന്നു. അതും ഒരു 40 വയസ്സുള്ള ഒരു വിധവയായ യുവതി. അവർക്ക് ക്രൂര ബലാത്സംഗത്തിനിരയായി അവരിപ്പോൾ ആശുപത്രികളിലാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ ജീവനും ആപത്ത് തന്നെയാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അന്വേഷണം പൂർത്തിയായി നടക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ 6ഓളം ഹിന്ദുക്കൾക്കാണ് അവിടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ജീവൻ നഷ്ടമായ കണക്കുകൾ പുറത്തു വരുമ്പോൾ അവർ ആക്രമിക്കപ്പെടുകയും അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്യുന്ന വാർത്തകളും നമ്മൾ വളരെയധികം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന വംശഹത്യ തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൃഷ്ണരാജ്, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം രൂക്ഷമാവുകയാണ്. 24 മണിക്കൂറിനിടെ 2 ഹിന്ദു യുവാക്കൾക്ക് ജീവൻ നഷ്ടമായി എന്നതാണ് ശ്രദ്ധേയമായ വാർത്ത. നോക്കൂ, ഹിന്ദുക്കൾക്കെതിരായ വംശഹത്യ അങ്ങനെ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാന്ദ്ര ഷാജി.